തടവുകാരുടെ കൈമാറ്റം വേഗത്തിലാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട സർക്കാരിന് വീണ്ടും കത്ത് നൽകി ഇസ്രയേലി സൈനികർ രംഗത്ത്. സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് ഇസ്രയേലി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ KAN റിപ്പോർട്ട് ചെയ്യുന്നു. രഹസ്യാന്വേഷണ വിഭാഗം, 8200 സ്പെഷ്യൽ ഫോഴ്സ്, ഉന്നത വിഭാഗമായ സൈരത്ത് മത്കൽ, ഷൈറ്ററ്റ്, ഷൽതാഖ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിട്ടവരിൽ 30% പേർ സജീവ റിസർവ് സൈനികരാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട നേരത്തെ 6 കത്തുകൾ വിവിധ സൈനിക യൂണിറ്റുകൾ സർക്കാർ മുമ്പാകെ നൽകിയിട്ടുണ്ട്. 1000 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും 1000 അക്കാദമിക് വിദഗ്ധരും ചേർന്നാണ് ആദ്യമായി കത്ത് നൽകുന്നത്. രണ്ടാമത്തേത് 100 കണക്കിന് കവചിത സേനാംഗങ്ങളും നാവികസേന ഉദ്യോഗസ്ഥരും ഒപ്പിട്ട കത്തായിരുന്നു. മൂന്നാമത്തേത് 100 കണക്കിന് റിസർവ് സൈനിക ഡോക്ടർമാരുടേതാണ്. സൈന്യത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം 8200 അംഗങ്ങൾ മുമ്പും കത്ത് നൽകിയിട്ടുണ്ട്. കത്തിൽ ഒപ്പിടുന്ന സൈനികരെ പുറത്താക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും നിരവധി കത്തുകളാണ് സർക്കാർ മുമ്പാകെ നൽകിയിട്ടുള്ളത്. അതേസമയം ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായം എത്തുന്നത് നിലച്ചതോടെ ഗാസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായി. റെഡ് ക്രോസിന്റെ ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ 2 ആഴ്ചക്കകം തീരുമെന്ന ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാന പോൾജെറിക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭൂമിയിലെ നരകമാണ് ഗാസ ഇപ്പോൾ. അവിടെ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമില്ല എന്നും മിർജാന പറഞ്ഞു. കഴിഞ്ഞ മാസം 2-ന് ശേഷമാണ് ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടയാൻ തുടങ്ങിയത്. 18-ന് ആക്രമണം ഇസ്രയേൽ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും മിർജാന പറഞ്ഞു. ആന്റിബയോട്ടിക്സ്, ബ്ലഡ് ബാഗുകൾ എന്നിവയ്ക്ക് കടുത്ത ദൗർലഭ്യം നേരിടുന്നതായി ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ 15 പലസ്തീൻകാരോളമാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ മാസം ഇസ്രയേൽ നടത്തിയ 33 ബോംബ് ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന് UN മനുഷ്യാവകാശ കമ്മീഷനും കണ്ടെത്തി. മാർച്ച് 18-നും ഏപ്രിൽ 9-നും ഇടയിൽ പാർപ്പിട കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ 224 ആക്രമണങ്ങളാണ് നടത്തിയതെന്നും UN വെളിപ്പെടുത്തി. അതേസമയം ഗാസയെ കൈപ്പിടിയിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രൂക്ഷമായ ആക്രമണങ്ങൾ തുടർന്ന് ഇസ്രയേലും രംഗത്തെത്തുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ 58 പേരോളം കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഇസ്രയേൽ മാധ്യമപ്രവർത്തകനെ ചുട്ടുകൊന്നു. മാധ്യമപ്രവർത്തകരുടെ ടെന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ ഫോട്ടോഗ്രാഫറായ അഹമ്മദ് മൻസൂർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ 8 റിപ്പോർട്ടർമാർക്കും പരിക്കേറ്റിരുന്നു. ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുകയാണെന്ന് ഹമാസും പ്രതികരിച്ചു. UN അഭയാർത്ഥി ഏജൻസി ഗാസയിൽ നടത്തുന്ന 6 സ്കൂളുകളിൽ ഇസ്രയേൽ സൈന്യം കടന്നുകയറുകയും ചെയ്തു. സ്കൂളുകൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് സൈന്യം അറിയിച്ചു. ഗാസയ്ക്ക് നേരെ കര വ്യോമാക്രമണം ശക്തമാക്കിയതോടെ ഏകദേശം 4 ലക്ഷം പേർ പലായനം ചെയ്തുവെന്ന് UN വക്താവ് സ്റ്റീഫൻ ഡുജാറിക്കും പറഞ്ഞു. ഗാസ മുനമ്പിന്റെ 50% പ്രദേശത്തും ഇസ്രയേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.